വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ബാബ്സ് മന്ദിറിലേക്കാണ്. ഞങ്ങൾ പോകുന്നത് ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്ന് 1 മണിക്കൂറാണ് യാത്രയുള്ളത് ബാബ്സ് മന്ദിറിൽ എത്തിച്ചേരാൻ വേണ്ടി വരുന്നത്. 1997 പ്രമുഖ് സ്വാമി മഹാരാജൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തോടെയാണ് ബാബ്സ് മന്ദിറിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഷാർജയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നതിന് ഒരു മന്ദിർ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതായിരുന്നു ഈ മന്ദിറിൻ്റെ തുടക്കം. ദുബായിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയോടുകൂടി ബാബ്സ് മന്ദിറിൽ എത്തിച്ചേർന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ന്യൂ ഇയർ ദിവസമാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളരെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയൊരു ക്യൂ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫാമിലി ഒരു പ്രത്യേക വിഭാഗം, അതുപോലെ തന്നെ ബാച്ചിലേഴ്സായിട്ട് വരുന്നവർക്ക് പ്രത്യേകം ക്യൂ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയ തിരക്ക്. അവിടെ പ്രവേശിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുണ്ട്. ഓരോ ഫാമിലി മെമ്പർ, ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ അവരുടെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഐഡിയും കാണണം. എമിറേറ്റ്സ് ID അല്ലെങ്കിൽ ഒറിജിനൽ പാസ്പോർട്ട് കൊടുത്ത് കാണിച്ച് വേണം അകത്ത് പ്രവേശിക്കാൻ. പ്രത്യേകം ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എൻട്രി ഫ്രീ ആയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. റെസ്റ്റ് റൂം, സ്റ്റോർ സംവിധാനങ്ങൾ എല്ലാം തന്നെ മന്ദിറിൻ്റെ താഴ്വശത്തുള്ള ബിൽഡിങ്ങിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓഗസ്റ്റിൽ അബുദാബിയിൽ ഒരു ഹിന്ദു മന്ദിർ നിർമ്മിക്കുന്നതിന് ഭൂമി നൽകാനുള്ള തീരുമാനം UAE സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മന്ദിറിനായി സ്ഥലം സമ്മാനമായി നൽകുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ ക്ഷേത്രം അറബ് മണ്ണിൽ ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവുമാണ്. വ്യത്യസ്ത മത പശ്ചാത്തലത്തിലുള്ള ആളുകൾക്കിടയിൽ ധാരണ, സ്വീകാര്യത, ഐക്യം എന്നിവ വളർത്തിയെടുക്കുന്നതിന്, അതുപോലെ തന്നെ UAEയുടെയും ഇന്ത്യയുടെയും നല്ല ബന്ധത്തെയും ഈ ക്ഷേത്രം സൂചിപ്പിക്കുന്നു. അതനുസരിച്ച് മന്ദിർ കൊത്തുപണികളിൽ രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം, ഹിന്ദു വ്യക്തികളുടെ ജീവിതം എന്നിവയിൽ നിന്നുള്ള കഥകൾ മാത്രമല്ല, അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, അതുപോലെ തദ്ദേശീയ അമേരിക്കൻ, മറ്റ് നാഗരികതയിൽ നിന്നുള്ള കഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2019 ഡിസംബറിലാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. ഇത് വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് 108 അടി ഉയരവും 262 അടി നീളവും 180 അടി വീതിയുമുണ്ട്. അതിവിശാലമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2024 ഈ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലോകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലുകളും ഇറ്റാലിയൻ മാർബിളുമാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ. ഈ ക്ഷേത്രം പൂർണ്ണമാക്കാൻ വേണ്ടി വന്നത് 6 വർഷമാണ് മൊത്തത്തിൽ വേണ്ടി വന്നത്.
പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പണിക്കാർ ഒരുപോലെ പ്രയത്നിച്ചാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഈ സ്ഥിതിയിലെത്തിക്കുന്നത്. വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇന്ത്യൻ വാസ്തുവിദ്യയെ പറ്റിയാണ്. അതിമനോഹരമായൊരു നിർമ്മിതിയാണിത്. ഏവരും ആര് കണ്ടാലും എത്ര സമയം വേണമെങ്കിലും നോക്കി നിൽക്കാനാകും വിധം അത്രയ്ക്കും ഭംഗിയോടുകൂടിയാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ വാസ്തുവിദ്യകളും ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വാസ്തുവിദ്യയുടെ അതിമനോഹരമായ ഒരു നിർമ്മിതിയാണിത്. അറബ് രാജ്യങ്ങൾക്കിടയിലെ UAE ഒരു അത്ഭുതം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രം. അതിനാൽ തന്നെ UAE ഗവൺമെൻറ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ഈ ക്ഷേത്രം മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോൺ ടെമ്പിളാണ്. ഇന്ന് നിലകൊള്ളുന്നതിൽ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ഒരു ക്ഷേത്രമാണ് ഹിന്ദു ഈ ബാബ്സ് മന്ദിർ. ഇതിൻ്റെ സന്ദർശന ദിവസങ്ങൾ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ്. തിങ്കളാഴ്ച അവിടെ അവധിയാണ്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്ത് വിത്ത് ഐഡിയോട് കൂടി മാത്രമേ അവിടെ പ്രവേശിക്കാനാവത്തുള്ളൂ. വളരെ ഭംഗിയെന്ന് പറഞ്ഞാൽ പോരെ, എത്ര പറഞ്ഞാലും പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ വാസ്തു ശില്പി നിർമ്മിതി. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് രസകരമാണ് അവിടുത്തെ കാഴ്ചകൾ. അതുപോലെ തന്നെ അതിവിശാലമായ ചുറ്റും പരിസരങ്ങളും ഏരിയയും, വളരെ വലിയൊരു ഏരിയ, 27 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ അതിവിശാലമാണ്. ക്ഷേത്ര സമുച്ചയങ്ങളും ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗമെല്ലാം വളരെ ഉയർന്ന ഒരു പ്രദേശത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനായി തന്നെ ആദ്യം ഒരു പ്രത്യേകം ഹൈറ്റ് ഉണ്ടാക്കി അതിനുവേണ്ടി തന്നെ ഒരു നിർമ്മിതി ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് രാവിലെ കയറിയാൽ നമുക്ക് വൈകുന്നേരം വരെ വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അത്രത്തോളം അതിവിശാലവും കാഴ്ചയ്ക്ക് വളരെ ഭംഗി നൽകുന്നതുമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം. പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തിച്ചേരാൻ സ്റ്റെപ്പ് കയറാത്തവരുണ്ടെങ്കിൽ അതിനായി പ്രത്യേകം ലിഫ്റ്റ് സംവിധാനമുണ്ട്. താഴെ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് എത്തുന്ന രീതിക്കുള്ള ലിഫ്റ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ കയറിയാൽ മുകളിലത്തെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും അതിനകത്ത് ഉള്ള സ്ഥലങ്ങൾ ചുറ്റിക്കാണാനും സന്ദർശിക്കാനും സാധിക്കും.
ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. പ്രധാനമായും ഇതിന് 12 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 12 ഗോപുരങ്ങളാൽ അലങ്കൃതമാണ്. അതിനകത്ത് തന്നെ വളരെ ഭംഗിയാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ച വളരെ രസകരമായും വളരെ ഭംഗിയോടുകൂടിയുമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എടുത്തു പറയേണ്ടതാണ്. അറബ് മണ്ണിലെ ഒരു അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം. എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. ഐക്യത്തിൻ്റെ പ്രതീകമായ ഡിവൈൻ ഐ ആണ് ക്ഷേത്രാങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് ലാംഗ്വേജുകളിൽ അതിൽ എഴുതിയിട്ടുണ്ട്. ഐക്യമാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവനിങ്ങോടുകൂടിയാണ് നമ്മൾ തിരികെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. ആ സമയമായപ്പോഴും തിരക്ക് കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. അത് വിശാലമായ വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടാകുന്നത്. ഇത് UAE താമസക്കാരുടെയും തിരക്കുണ്ട്, അതുപോലെ തന്നെ സന്ദർശകരുടെയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രം കാണാനും അതിൻ്റെ പരിസരം ചുറ്റി കാണാനും ഈ അത്ഭുത വാസ്തുവിദ്യ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ സൈഡിൽ ഒരു ഉയർന്ന പ്രദേശം നിർമ്മിച്ചിട്ടുണ്ട്. സെൽഫി സ്പോട്ട് എന്നാണ് ഇതിൻ്റെ പറയപ്പെടുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വളരെ ഭംഗിയായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയാണ്. UAE ഗവൺമെൻറ്റിനോട് എന്ന പോലെ തന്നെ ഈ ക്ഷേത്ര നിർമ്മിതിക്കായി മുൻകൈ എടുത്ത നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് നമ്മൾ നന്ദി സൂചിപ്പിക്കേണ്ടതുണ്ട്. UAEയുടെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഈ ഐക്യം ഇതുപോലെ തന്നെ എല്ലാ കാലവും നിലനിൽക്കണം. അത്ര ഐക്യത്തോടെയാണ് UAEയിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും പോകുന്നത്. ഇന്നത്തെ ദിവസം അവസാനിക്കാറായി. നല്ലൊരു ദിനം നൽകിയതിന് UAE ഗവൺമെൻറ്റിനോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് യാത്രയായി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ.